നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി അല്ലേ. നമ്മുടെ ഈ പ്രോഡക്റ്റ് യൂണിക് പ്രോഡക്റ്റാണ്. സേവ് ആപ്പ് എന്നുള്ളത് ഒരു യൂണിക് പ്രോഡക്റ്റാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ പ്രോഡക്റ്റ് വൈസും കമ്പനി വൈസും വളരെ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഇത് പ്രൊഡക്റ്റ് സെല്ലിംഗ് മാത്രമല്ല, ഇതിൻ്റെ പ്ലാറ്റ്ഫോമുകൾ 1 by 1 ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 പ്ലാറ്റ്ഫോമുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സർവീസ് സെക്ടറും, ഒരു സർവീസ് യൂട്ടിലിറ്റി ആപ്ലിക്കേഷനും, അതുപോലെ തന്നെ ഒരു ഇ-കോമേഴ്സ് ആപ്ലിക്കേഷനും ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇ-കോമേഴ്സ് ആപ്ലിക്കേഷൻ നമുക്ക് വളരെ രീതിയിലുള്ള വരുമാനം കിട്ടും. അപ്പോൾ 3 പ്ലാറ്റ്ഫോമുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് സേവ് ആപ്പിൻ്റെ MLM എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ന്യൂ കൺസെപ്റ്റ് ഇൻ MLM ഇൻഡസ്ട്രിയാണ്. ഈ കൺസെപ്റ്റ് മറ്റുള്ള കൺസെപ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു യൂണിക് കൺസെപ്റ്റാണ്, ഒരു യൂണിക് വേർഷനാണ് MLM ഇൻഡസ്ട്രിയിൽ. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ലൂസേഴ്സ് ഓൾ ആർ ഗെയിനേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ലൂസേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം ഏതൊരു MLM കമ്പനിയിലും ഒരു 80% ലൂസേഴ്സും ഒരു 20% ഗെയിനേഴ്സ് ആയിരിക്കും മാറും. അതിന് ഒരു 0.5 0.1% ആൾക്കാർ മാത്രമേ ലൈഫ് സെറ്റിൽ ആവുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറച്ചെന്തെങ്കിലും നേടിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു 80% ആൾക്കാരും ഒന്നും നേടാൻ കഴിയാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ 100% ആൾക്കാരും എന്തെങ്കിലും നേട്ടം കഴിയും. അതാണ് പറയുന്നത്, ഇതൊരു ന്യൂ കൺസെപ്റ്റാണ്. നമ്മുടെ പ്ലാൻ നോക്കി 1 by 1 ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നമ്മുടെ ഓട്ടോപോൾ, ആ 2 ഓട്ടോപോൾ സിസ്റ്റം ഉണ്ട്. ആ 2 ഓട്ടോപോൾ സിസ്റ്റത്തിലും ആൾക്കാർ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വരുമാനം വന്നിട്ടുണ്ട് അല്ലേ. അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പല ആൾക്കാരും. ഇതിനെപ്പറ്റി മറന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മൾ ജോയിൻ ചെയ്യാൻ മറക്കാൻ പോയി, ജോയിൻ ചെയ്യാൻ മറക്കും. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് മറന്നു. ചില ആൾക്കാർ ലീഡേഴ്സ് വിട്ടുപോയി, അവരിതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ സേവ് ആപ്പ് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷത്തോടെ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ന്യൂ കൺസെപ്റ്റാണ്. ഇനി അഫോർഡബിൾ പ്രൈസാണ്. ഈ കമ്പനിക്ക് ഈ സോഫ്റ്റ്വെയറിന് വേണമെന്നുണ്ടെങ്കിൽ 20,000 30,000 10,000 എത്ര രൂപ വേണമെങ്കിലും. പക്ഷെ നമ്മളെല്ലാ ജനങ്ങളെയും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂസീവ്നെസ് ആണ് അവരുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ 1000 രൂപയ്ക്ക് പോലും ഇതിൽ കടന്നു വരാം. 1 രൂപ പോലും മുടക്കുപോലില്ലാതെ ഇതിലേക്ക് കടന്നു വരാം. ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. പക്ഷെ ഒരു മിനിമം കോസ്റ്റ് 1000 രൂപ എടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടും അവർക്ക് വരാം. അല്ലെങ്കിൽ 4000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടും എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. അപ്പോൾ നമുക്ക് എത്ര ജനങ്ങളിലേക്ക് വേണമെങ്കിൽ എത്താം അല്ലേ. ആർക്കും ബുദ്ധിമുട്ടിക്കാതെ തന്നെ, ആരും ഇതിന് വലിയ രീതിയിലുള്ള മുതൽ മുടക്കില്ലാതെ തന്നെ ഇതിന് വളരെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെയാണ് നോ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല ഇതിൽ. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി പാക്ക് വാങ്ങിക്കുന്നു. ആ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ലൈഫിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷനാണ്. ഇതിൽ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇത് ചെയ്യേണ്ട. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടൈമും നമ്മുടെ കോണ്ടാക്റ്റുമാണ്. നമ്മുടെ ടൈം യൂസ് ചെയ്യുക, നമ്മുടെ കോണ്ടാക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വരുമാനം നേടിയെടുക്കാം. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം? എത്ര രൂപ വേണമെങ്കിൽ നേടാൻ പറ്റുന്ന, എത്ര കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്താലും നേടാൻ കഴിയാത്ത റവന്യൂ നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ബിസിനസിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നോ ഇൻവെസ്റ്റ്മെന്റ്, ഇതിൽ നോ പർച്ചേസ്. റീപർച്ചേസ് എന്നുള്ള സംഭവം ഇല്ലല്ലോ അല്ലേ. ആപ്പ് നമ്മൾ 1 ടൈമേ വാങ്ങിക്കുന്നുള്ളൂ. ഇയർലി റിന്യൂവൽ ഉണ്ടായിരിക്കാം, പക്ഷെ അത് റീപർച്ചേസ് അല്ല. എല്ലാ മാസവും നമ്മൾ പർച്ചേസ് ചെയ്യണ്ട. മറ്റുള്ള പല കമ്പനികളും റീപർച്ചേസ് കാരണം എന്താണ് നമ്മൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു പോകുന്ന അവസ്ഥയുണ്ട് അല്ലേ. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പർച്ചേസിന് വേണ്ടി യൂസ് ചെയ്യണം. വീണ്ടും പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാതെ, സെയിൽ ചെയ്യാൻ പറ്റാതെ നമ്മളെല്ലാം പ്രൊഡക്റ്റുകൾ വേസ്റ്റ് ആക്കി കളയാറുണ്ട്.
അപ്പൊ ഇത് നമ്മുടെ സിസ്റ്റത്തില് ആ റീപർച്ചേസ് എന്നുള്ള സംഭവമില്ല. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, റീപർച്ചേസ് ഇല്ല, ഇനി ഡെലിവറി കോസ്റ്റ്. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ സാധനം കിട്ടില്ല, സാധനം കിട്ടുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഉണ്ടാവില്ല. അതിന് പല ബുദ്ധിമുട്ടുകളും നമ്മൾ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ കാണാറുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഡെലിവറി കോസ്റ്റ് ഇല്ല, ഡെലിവറി ടൈം ഇല്ല. നമ്മൾ ഓൾറെഡി ആക്ടിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അത് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ബിസിനസ് കൊണ്ടുപോകാം. കസ്റ്റമറെ സംബന്ധിച്ച് അപ്പം തന്നെ അവർക്ക് പ്രോഡക്റ്റും കിട്ടും. ഓക്കെ, നോ ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ വേണോ? വേണ്ട. വേണ്ടത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് വേണ്ടത് ഒരു മൊബൈലാണ്. നമ്മുടെ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും വേണ്ടത് നമുക്കൊരു മൊബൈലാണ്. അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അത് മാത്രമാണ് നമുക്ക് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കൊരു ലൈസൻസ് വേണ്ട, നമുക്കൊരു ഷോപ്പ് വേണ്ട, നമുക്കൊരു ഫാക്ടറി വേണ്ട, നമുക്കൊരു ഗോഡൗൺ വേണ്ട, നമുക്കൊരു സ്റ്റാഫ് വേണ്ട, നമുക്കൊരു രജിസ്ട്രേഷൻ വേണ്ട. ഇതൊന്നും വേണ്ട. നമുക്ക് എത്ര കോടി രൂപ വേണമെങ്കിൽ സമ്പാദിക്കാം. കാരണം 100% വൈറ്റ് മണിയാണ്. കമ്പനിയിലേക്ക് വരുന്നതും വൈറ്റാണ്, കമ്പനിയിൽ നിന്ന് പോകുന്നതും വൈറ്റാണ്. നിങ്ങളുടെ ടാക്സ് കട്ട് ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിന് 100% നമുക്ക് വരുമാനമായിട്ട് മാറ്റാൻ പറ്റും. ഒരു ഇൻഫ്രാസ്ട്രക്ചറും വേണ്ട. ഇനി നിങ്ങൾ എത്ര കോടി രൂപ സമ്പാദിച്ചാലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഓഫീസ് തുടങ്ങേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് എത്ര കോടി വേണമെങ്കിൽ സമ്പാദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഈസി ടു മാർക്കറ്റ് ആണ് അല്ലേ. നമ്മൾ ഈ പ്രോഡക്റ്റ് ഇവിടെ ഇരുന്നുകൊണ്ട് എത്ര പേർക്ക് എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. അപ്പൊ ഈസി ടു മാർക്കറ്റിംഗ് ആണ്. ഹൈ ഇൻകം പൊട്ടൻഷ്യലാണ്. ഇത്രയും ഇൻകം കിട്ടുന്ന ഒരു MLM സിസ്റ്റവും ഇന്ന് നിലവിലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കമ്പനിയുടെ വരുമാനത്തിന്റെ 80-85% നോർമൽ നമ്മൾ പ്ലാനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, പ്ലാനിലുണ്ട്. അത് വെരി നെക്സ്റ്റ് ഇടയിൽ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ഹൈ ഇൻകം പൊട്ടൻഷ്യലാണ്. ഫാസ്റ്റ് പേ ഔട്ടാണ്. ഇന്നത്തെ അധ്വാനം നാളത്തെ മണി. ഇന്ന് അധ്വാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ സേവ് അപ്പ് എന്ത് നേടുന്നു അത് നമുക്ക് നാളെ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് പേ ഔട്ടാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒരു കട്ടിങ് ഇല്ല. ഹൈ പേ ഔട്ടാണ്. വേൾഡ് വൈഡ് മാർക്കറ്റാണ്. എനി ടൈം എനി വെയർ മാർക്കറ്റാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ കാലത്തും എവിടെയും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ അല്ലേ. അപ്പൊ ഇത്രയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്. അൺലിമിറ്റഡ് ഇൻകം ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു ലിമിറ്റും ഇല്ല. ആകെ ലിമിറ്റേഷൻ ഉള്ളതിനാണ് ബൈനറിക്കാണ്. 10,000 രൂപ കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ ലിമിറ്റേഷൻ അല്ലേ. ഡെയിലി സെയിലിൽ 10,000 രൂപ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇൻസെന്റീവുകളായിട്ടും മറ്റുള്ളതായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനം എത്ര കോടി വേണമെങ്കിൽ നമുക്ക് വരുമാനം നേടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് നേടാം. ഒരു ലിമിറ്റേഷനും ഇല്ല ഇൻകത്തിന്. 3 പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എത്ര വലിയ ഇൻകം നമുക്ക് ഭാവിയിൽ നേടാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ, നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ, ഒരു ടൈം ഫ്രെയിം ഇല്ലാതെ, ഒരു കമ്മിറ്റ്മെന്റോ ഒരു കണ്ടീഷനോ അപ്ലിക്കബിൾ അല്ലാതെ നമ്മുടെ വരുമാനം, നമ്മുടെ അധ്വാനം വെരി നെക്സ്റ്റ് ഡേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് ആവും. അതിനൊരു ലിമിറ്റേഷനും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്.